ഗേസ് നമ്മളിപ്പോൾ നമ്മുടെ കമ്പലടി വയലിൽ ഇന്നലത്തെ കൂട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. മാങ്ങയ്ക്കൊക്കെ ഇപ്പോൾ എന്തോ വിലക്കയറ്റം. മൈക്ക് നിന്റെ ആയിരിക്കും, നീ സംസാരിക്കണം. അതെ, നമ്മുടെ കുറച്ച് സംസാരിക്കും, എന്തെങ്കിലും അടിച്ചു വിടലില്ല. എന്റെ പൊന്നലെ നമുക്ക് ആ കണ്ട വഴി പോയായിരുന്നു. ഇയാളെന്തിനാ ഈ വഴി കൊണ്ടുവന്നു? വെള്ളത്തിൽ വീണാലും ഇതിൽ വെയിൽ അലർജി ഉള്ള നമ്മുടെ കൂട്ടാനാണ് സുഹേൽ. സുഹേലിനെ ഒന്ന് ഫോക്കസ് ചെയ്യടാ. ഇത് നമ്മുടെ റാഷിദ് ഭായ്, ഇത് നമ്മുടെ എക്കാലത്തെയും ഇന്നത്തെ എപ്പോഴത്തെ ഒരു വലിയ സുഹൃത്താണ്. നമ്മുടെ നെമിനിക്കുണ്ട്. നമ്മുടെ സുഹേല് മൈക്കിന് നേരെ മിണ്ടാത്തൊരു സുഹേലാണ്. എന്തെങ്കിലും പറയാളിയാ വെള്ളം തീരാ, കുപ്പി വെള്ളം. ഇതാണ് ഞങ്ങളുടെ പ്രധാനമായ ഇത്. ഞങ്ങൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് മുളക് പൊടിയൊക്കെ ഇട്ട് മറ്റേ ട്രെൻഡ് സാധനം അറിയാവോ? അത് പോയല്ലോ. അതെന്തോളി അങ്ങനെ. സ്ഥലത്ത് വന്ന് ആരും കാണാതെ കണ്ട ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് തൊഴിലുറപ്പുകാരൊക്കെ നിൽപ്പുണ്ട്. അവർക്ക് ആരും കൊടുക്കാതെയാണ് നമ്മൾ ചെയ്യുന്നത്. അധികം വരുവാണെങ്കിൽ നമ്മൾ കൊടുക്കും. ബിഗിൽ എന്തുവാ ബിഗിലെ ഇങ്ങനെ തൊലിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുവാ ബിഗിലെ ഇത്? പണ്ടില്ല സാധനം അറിയാ, ചങ്ങായിട്ട് തപ്പ്. എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? അരിയുകയാണ് ഈ സാശിം അരിഞ്ഞ ഇത് കണ്ടോ? പേരയ്ക്ക. സുഹേലിന്റെ മിക്സിംഗ് ആണ്. അതുപോലെ പേരയ്ക്ക, പിന്നെ ഓറഞ്ച്, ഇതെല്ലാം അവിടെ ഇട്ട് മിക്സ് ചെയ്ത നല്ല അടിപൊളി സാധനമാണ്. തിന്ന് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സൂപ്പർ സൂപ്പർ ടേസ്റ്റ് ചെയ്യാം. ക്യാമറമാൻ ടേസ്റ്റ് ചെയ്യും. എന്നാ ക്യാമറമാൻ കഴിക്കും. ഓ സൂപ്പർ സൂപ്പർ. ഇവിടെ എല്ലാവരും കഴിയാടേ. എങ്ങനെയുണ്ട് റാഷിദ് ഭായ്? കൊള്ളാം, അടിപൊളി, സൂപ്പർ സാധനം ഗീസ്. ഞാൻ അരിഞ്ഞോണ്ട് പറയുമല്ല. ഗീസ് അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ആണാ, നമ്മൾ അടിപൊളി സാധനം നമ്മളിങ്ങനെ ആണ്ടാ എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൽ കയ്യിലൊക്കെ ആളുടെ മുളക് പൊടിയൊക്കെ ആയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. പുള്ളിക്കാരനാണ് ഇതിൻ്റെ ഒരു ആസൂത്രധാരൻ. അതിൽ താങ്കൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? നല്ല ടേസ്റ്റ്. നമ്മൾ വിചാരിക്കുന്നോട്ടല്ല, നമ്മൾ വിചാരിക്കും എല്ലാവരും വലിയ ഇത് കാണത്തില്ല, പക്ഷേ തിന്നുമ്പം എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനം തന്നെ. അതെ, നമ്മൾ കഴിക്കുമ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ട്, നമ്മൾ അല്ലാത്തപ്പോൾ അതിന് ടേസ്റ്റ് ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. കാണുമ്പോൾ ഇനി കഴിക്കുമ്പോഴല്ലേ ഇതിന് ടേസ്റ്റ് ഉള്ളത്. പിന്നെ എന്തുവാ സുഹൃക്ക പറയൂ ഇതിനെപ്പറ്റി? ഒന്നും പറയൂ, അങ്ങനെ എന്തെങ്കിലും പറയൂ. അങ്ങോട്ട് പോകും. റാഷിദ് ഭായിക്ക് എന്ത് പറയാനുള്ളത്?
എന്തോ ഇത് മന്തി ഉണ്ടാക്കി ടേസ്റ്റ് ഉണ്ടോക്കെ 4 മാങ്ങായി അത് അദ്ദേഹം നമ്മുടെ 4 മാങ്ങ എന്ന് പറയാണ്ട് പറഞ്ഞിട്ട് നമ്മളെ സാധനം അടിക്കുന്നതിനൊരു പന്നമില്ല. അപ്പോൾ ഞങ്ങളത് കഴിക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉപ്പിലിട്ട മാങ്ങയിട്ട ആ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ചധികം വന്ന് ഞങ്ങൾ തിന്ന സാധനം കുറച്ച് അത് വന്നു. അപ്പം ഞങ്ങളത് ഇതിൽ ടിന്നിനാക്കി തൊഴിലുറപ്പിന് വന്ന കുറച്ച് സ്ത്രീകളവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് കൊടുക്കാം. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒന്നും പാണ്ട അടിപൊളിയായിരുന്നു സംഭവം. തിന്ന് വയറൊക്കെ നിറഞ്ഞാല് കണ്ണീന്നും മൂക്കീന്നും വെള്ളം വരുന്ന അവസ്ഥയായിരുന്നു. അതൊക്കെ സൂപ്പറായിരുന്നു. കണ്ണീന്ന് മൂക്കിന്നൊക്കെ വെള്ളം വന്നില്ലേ ഗേസ്, അടിപൊളിയാണ്. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വാ കഴിയിട്ടുണ്ട്. വയലില് ഈ താഴെ ഒരു വാഴയിലൊക്കെ കീറി എല്ലാരും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ തിന്നുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്. അതെ. ഞങ്ങൾ ഇനിയും അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.